മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇഡി നോട്ടീസിൽ വിശദീകരണവുമായി കിഫ്ബി. ഫെമ ചട്ടം ലംഘിച്ചിട്ടില്ലെന്ന് കിഫ്ബി വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു. ഇഡി നോട്ടീസിലെ വാദം വസ്തുതാവിരുദ്ധമാണെന്നും മസാല ബോണ്ട് വിനിയോഗത്തിൽ ക്രമക്കേടില്ലെന്നും കിഫ്ബി സിഇഒ വ്യക്തമാക്കി. RBI നിർദ്ദേശം കൃത്യമായി പാലിച്ചിട്ടുണ്ട്. ഏതുതരം പരിശോധനയ്ക്കും തയ്യാറാണെന്നും സിഇഒ വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇഡി നടപടികൾക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്നും കിഫ്ബി ആരോപിച്ചു. നോട്ടീസുകൾ അയക്കുന്നത് തെരഞ്ഞെടുപ്പ് സമയത്താണ്. നോട്ടീസുകൾ അയച്ചത് 2021 നിയമസഭ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുമാണ്. നോട്ടീസ് മാധ്യമങ്ങൾക്ക് ചോർത്തിയത് മനഃപൂർവ്വമാണെന്നും കിഫ്ബി ആരോപിക്കുന്നു. വിശദീകരണവുമായി കിഫ്ബി. ഫെമ ചട്ടം ലംഘിച്ചിട്ടില്ലെന്ന് കിഫ്ബി വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇഡി നോട്ടീസിലെ വാദം വസ്തുതാവിരുദ്ധമാണെന്നും മസാല ബോണ്ട് വിനിയോഗത്തിൽ ക്രമക്കേടില്ലെന്നുമാണ് കിഫ്ബി സിഇഒ വ്യക്തമാക്കിയിരിക്കുന്നത്. RBI നിർദ്ദേശം കൃത്യമായി പാലിച്ചിട്ടുണ്ട്. ഏതുതരം പരിശോധനയ്ക്കും തയ്യാറാണെന്നും സിഇഒ വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഇഡി നടപടികൾക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണെന്നും കിഫ്ബി ആരോപിച്ചു. നോട്ടീസുകൾ അയക്കുന്നത് തിരഞ്ഞെടുപ്പ് സമയത്താണ്. നോട്ടീസുകൾ അയച്ചത് 2021 നിയമസഭ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുമാണ്. നോട്ടീസ് മാധ്യമങ്ങൾക്ക് ചോർത്തിയത് മനഃപൂർവ്വമാണെന്നും കിഫ്ബി ആരോപിക്കുന്നു.